സസ്പെൻസ് ഫീൽഡ് ആയിരുന്നു. ഇല്ല 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 എക്സ്പെക്ട് ചെയ്യാത്ത പോർഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ത്രില്ലിംഗ് ആയിരുന്നു. അതെ അതെ, താങ്ക് യു. ഇതൊരു കാണാത്തൊരു ജോണറും കാണാത്തൊരു മലയാള ചിത്രമാണ്. ഇത് കണ്ടിറങ്ങിയുമ്പോൾ ഓരോരുത്തരും മനസ്സിലേക്ക് കണ്ണെന്നറിയും. അത് അത്രയും ഫീലായിട്ടാണ് ആൻസറാജനാണെങ്കിലും ആസിഫ് അലി ആണെങ്കിലും പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരു മസ്റ്റ് വാച്ച്, ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഉപരി ഒരു നടന്ന സംഭവത്തെ ആസ്തമാക്കിയ ഒരു സിനിമ. അതെന്താണെന്ന് കഥയെന്ന് ഞാൻ പറയുന്നുള്ളൂ. സിനിമക്കുള്ളിലേക്ക് അത് പറയുന്നത് അടിപൊളി തന്നെയായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ റിസൾട്ട് വന്ന് തുടങ്ങിയിട്ടില്ല, മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടില്ല. ആസിക്കയുടെ ഒരു വിന്നിംഗ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2025. അതിൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ് എന്താണ്? അല്ല, അതൊക്കെ നിങ്ങളാണ് പറയുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്കിതിൻ്റെ ഞാൻ ജസ്റ്റ് കഴിഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്ന വഴിയാണ്. എനിക്കിനി ഒന്നും ഞാൻ ഫോണത് എടുത്തിട്ടില്ല. അതിൻ്റെ നിങ്ങളതിൽ പറയേണ്ടത്. എല്ലാവരും നന്നായിരുന്നു. നല്ല മനോഹരമായിട്ട് ഭയങ്കര രസമുള്ള സിനിമയാണ്. വളരെ ഫ്രഷ് ആയിട്ടുള്ള തിരക്കഥയാണ്. പിന്നെ ഒരുപാട് എന്താ പറയുക, നമുക്കൊരു ഒരുപാട് പഴയ സിനിമയും ഈ സിനിമ എല്ലാം കൂടി കാണുന്നൊരു ഫീൽ ചെയ്യും. പഴയ നൊസ്റ്റാൾജിക് സിനിമയിലേക്ക് കടന്നു പോകും. നല്ല ഫീലാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ഒരു വ്യത്യസ്തമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കല്ലല്ലോ കഥ കേസുകൾ. എന്തായാലും നന്നായി. മികച്ചൊരു 5 പടം 10 പടം രണ്ടുപേരും റയർ സിനിമ. ഇങ്ങനെ സിനിമ അധികം ഉണ്ടാവില്ല. ഒരു KG ജോർജ് ഫിലിം പോലെ ഇരിക്കും. ആസിഫ് അലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോവിനോവും മറ്റേ ഉടുമ്പത്തിൽ സൂപ്പർ താരമാകുമ്പോൾ പുള്ളി സൂപ്പർ നടന്നായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റിൻ്റെ കാണ്ടം തലവൻ എല്ലാം. പിന്നെ നമ്മൾ അനശ്വരായിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടുത്ത ഉർവശിയുടെ സാധ്യതയില്ല. ആ സ്റ്റൈലാണ് പോകുന്നത്. ക്രൈം ഇൻവെസ്റ്റിഗേറ്ററാണ് എങ്ങനെയൊക്കെ പോലെ. യാതൊരു ലാഗ് ഞാൻ കാണുന്നില്ല. ഒരു കുറ്റവും കാണുന്നില്ല. ഡയറക്ഷൻ നോക്കുന്നതാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഫാമിലിക്ക് യൂത്തിന് എല്ലാം ഇഷ്ടപ്പെടും. കാരണം ഇതൊരു ക്ലാസിക് പടമാണ്. മമ്മൂട്ടിയുടെ ഒരു വിഷയം പറയുന്നില്ല, സ്പോയിൽ ഡ്രൈ മാറും. അതെന്താണെന്ന് പറയുന്നില്ല, സ്പോയിൽ ഡ്രൈ മാറും. പ്രസൻസ് ഉണ്ട്, അത് ഏത് രീതിയിലാണ് പറയുന്നില്ല. എനിവേസ് ഇതാണ് ബെസ്റ്റ് ക്ലാസിക് ഫിലിമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രതീക്ഷയില്ല പരിപാടിക്ക് എന്നുള്ളത്. മൊത്തത്തിൽ ആസിഫയുടെ പെർഫോമൻസ് പരിപാടിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റി ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അതിൽ എല്ലാവരും സിനിമയിൽ കാണണം. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. ആസിഫിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര നാളും ഉണ്ണിനെ എന്താണ് നമ്മളൊരു ആൽബത്തിൽ അങ്ങനെയൊക്കെ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ണി മാറും എന്ത് തോന്നി? ഞാനെന്താ പറയട്ടെ, നിങ്ങൾക്ക് തോന്നി കണ്ടിട്ട്? റെസ്പോൺസ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതിന് ഭയങ്കര സന്തോഷമാണ്. ആസിഫിക്ക പറഞ്ഞ വേർഡ്സ് ഭയങ്കരമായിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ പെർഫോമൻസ് നിങ്ങളാണ് പറയുന്നത് എങ്ങനെയുണ്ട്, കണ്ട് വർക്കായെന്ന് നോക്കുന്നത്. നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു നല്ല പോലീസുകാരൻ, ഒന്നും പ്രതീക്ഷിക്കാതെ അത് എന്നാണല്ലോ നമ്മുടെ സമൂഹത്തിന് വേണ്ട ഒരു മാതൃകയായിട്ടാണ്. ഈറ്റിപ്പയുടെ ഒമ്പക്കായി കണ്ടപ്പോൾ ഒരു ഭയങ്കര എന്തോ ഒരു നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോഴത്തേക്കിന് അതിന് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ശരിക്കും അതൊരു പ്രത്യേക ഫീലായിരുന്നു. പടം പൊളിയാൻ പറയാം, അടിപൊളിയായിരുന്നു. ആസിഫിക്ക തകർത്തു. തീർച്ചയായിട്ടും 25 ഇനി അങ്ങോട്ട് ഹിറ്റുകളുടെ തുടക്കമെന്ന് കാണിച്ചെന്നേക്കും ആസിഫിക്ക.